ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയാണ് ഷാരി രാഹുലിന്. പക്ഷെ രാഹുൽ ഒന്നും പറയാതെ ഒക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോയതിന് ശേഷമാണ് രാഹുലിൻ്റെ ഫോൺ ബെല്ലടിയുന്നത്. അപ്പം വിളിക്കുന്നത് വേറെ ആരുമല്ല, ഗുണ്ടയായിരുന്നു. അപ്പം എന്തായിട്ടാന്ന് ചോദിക്കുന്ന സമയത്ത് ചെറുക്കനും വീട്ടുകാരും വീട്ടിൽ നിന്ന് പുറപ്പെടാൻ സമയമായി. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് രജിസ്റ്റർ ഓഫീസ് വരെ 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഏതാണ്ട് 1.5 കിലോമീറ്റർ കഴിയുമ്പോഴേ സമയം ഏതാണ്ട് 9:30 കഴിയും. ഏതാണ്ട് 9:45 സാറ് കേൾക്കാൻ കൊതിച്ച വാർത്ത കേൾക്കാം. അപ്പം രാഹുൽ ഭയങ്കര ഹാപ്പി ആവുകയാണ്. ഒരു സ്ഫോടനത്തിൽ തീരും. സാറിൻ്റെ അനന്തരവളുടെ ഭർത്താവാകാൻ പോകുന്നവനും അവൻ്റെ ഫാമിലിയും. അപ്പോൾ രാഹുൽ പറയാണ്, അവൻ്റെ കുടുംബത്തെ ദ്രോഹിക്കണ്ടായിരുന്നു, പിന്നെ എന്ത് ചെയ്യാനാ, സാഹചര്യം ഒത്തു വരുമ്പോൾ അത് മുതലാക്കണ്ടേ. അപ്പോൾ ഗുണ്ടയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളും അത്രേ ഉദ്ദേശിച്ചുള്ളൂ, അവർക്ക് അത്രേ ആയുസുള്ളൂ സാറേ, പിന്നെ അതിനെ തടയാൻ പറ്റുമോ. അങ്ങനെ രാഹുൽ ഹാപ്പി ആയിട്ടാണ് ഫോൺ വെക്കുന്നത്. ആൽബിയും പപ്പയും അമ്മയും കൂടെ പുറത്തിറങ്ങുന്ന സമയത്ത് അവർ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. കാറിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് മമ്മി പറയുന്നുണ്ട്, ഇടുക്കിയിൽ നിന്നും മറിയക്കുട്ടിയെ ഹസ്ബൻഡൊക്കെ വിളിച്ചായിരുന്നു, അവർക്കൊക്കെ നല്ല പരിഭവമുണ്ട് മിന്നികെട്ടിന് വിളിക്കാത്തതിന്. അപ്പം ആൽബിയും അച്ചായനും പുഞ്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ആൽബിയോട് അച്ചായൻ പറയുന്നുണ്ട്, അത് ഇവർ രണ്ടുപേരും വിരുന്നിന് ചെല്ലുമ്പോഴേക്കും ആ പരിഭവമൊക്കെ അങ്ങ് മാറിക്കോളും. ആൽബിയും പറയാണ്, പിന്നെ കല്യാണം നടത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ നീ പറഞ്ഞില്ലേ, അയാൾ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അതൊക്കെ പറഞ്ഞാലും ഇവൻ്റെ കല്യാണമല്ലേ, ഇവനെ അവർക്കൊക്കെ വലിയ ഇഷ്ടമല്ലേ. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, മറിയാമ്മ ചേട്ടത്തിയോട് പറഞ്ഞേക്ക് ഇടുക്കിയിലൊരു വലിയ പാർട്ടി അറേഞ്ച് ചെയ്യാമെന്ന്. അപ്പോഴേക്ക് അച്ചായൻ പറയുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാർട്ടിയൊന്നും നടത്തണ്ട മോനെ, എല്ലാം അമേരിക്കയിൽ ചെന്നിട്ട് മതി, അവർക്കൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കാം, എല്ലാവരും ഒരു ടൂർ പോലെ അങ്ങോട്ട് വരട്ടെ. അപ്പോഴേക്കും ആൽബി കാറിനകത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും അച്ചായൻ പറയുന്നുണ്ട്, അതേ നീ ഇന്ന് ഡ്രൈവ് ചെയ്യണ്ട, നീ ഇന്ന് കല്യാണ ചെറുക്കനാ, ഞാൻ ഡ്രൈവ് ചെയ്യാം. എങ്കിൽ പിന്നെ ഡ്രൈവ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആൽബി കയ്യിലിരുന്ന വണ്ടിയുടെ കീ അയാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ പോയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക, ആൽബി ഫ്രണ്ട് സീറ്റിലും മമ്മി പിന്നിലുമായിട്ട് ഇരിക്കുന്നുണ്ട്. കാറിൻ്റെ പിൻസീറ്റിൽ കയറിയതിന് ശേഷം ആൽബിയുടെ മമ്മി പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം ചൂടിന് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ അച്ചായനും പറയും, ചൂടറിഞ്ഞു കാണും ഇന്നിവൻ്റെ കല്യാണമാണെന്ന്. ആൽബി അത് കേട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോഴേക്കും മമ്മി പറയുന്നുണ്ട്, ഇങ്ങനെ കോമഡി പറയല്ലേ. അപ്പം അച്ചായനും പറയുന്നുണ്ട്, വെയിൽ പുറത്ത് കണ്ടില്ലെങ്കിലും ചൂടിനൊരു കുറവുമില്ല, ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയാണ്, അതിനൊരു മാറ്റവും ഇല്ല. അപ്പോഴേക്കും ആൽബി പറയുന്നുണ്ട്, അവരൊക്കെ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അച്ചായൻ ചോദിക്കുക, നമ്മൾ 9:45 മുമ്പ് എത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ. അച്ചായൻ കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അയാൾ ആദ്യം ഒന്ന് ഒരു വെപ്രാളത്തോടു കൂടി ആൽബിയെ നോക്കുകയാണ്. ആൽബി ആദ്യം ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആൽബി ചിരിക്കുകയാണ്. അതിനുശേഷം അച്ചായൻ ആകെ ഒന്ന് പരിഭ്രമിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ ഈ കാറിന് എന്താടാ സ്റ്റാർട്ടാവാൻ ഒരു പ്രയാസം. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും അച്ചായൻ പറയും, എടാ മോനെ, എനിക്കും ഡ്രൈവിംഗ് ഒക്കെ വശമുണ്ട് കേട്ടാ. അപ്പോൾ ആൽബി തലകുലുക്കിക്കൊണ്ട് പറയും അപ്പോഴേക്കും അച്ചായൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് കാറ് സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ആൽബിയെ നോക്കുകയാണ്. എന്നിട്ട് അയാൾ ആൽബിയോട് പറയുന്നുണ്ട്, വണ്ടി കൊണ്ടുവന്നതിന് ശേഷം വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിക്കണം. അപ്പോൾ ആൽബി അത് സമ്മതിക്കുന്നുണ്ട്, വണ്ടിക്ക് ചെറുതായിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് പറയണം. അങ്ങനെ അച്ചായനും ആൽബിയും മമ്മിയൊക്കെ കൂടി ചേർന്ന് കയറിയിട്ടുണ്ടായിരുന്ന വണ്ടിയും അവിടുന്ന് സ്റ്റാർട്ടായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടുകയാണ്. അതേസമയം രജിസ്ട്രേഡ് ഓഫീസിലേക്ക് എത്തുകയാണ് സേനനും രൂപയും സോണിയൊക്കെ ചേർന്നിട്ടുള്ള കല്യാണിയൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു കാറ്. അവിടെ എത്തിയതിനു ശേഷം എല്ലാവരും ഹാപ്പിയായി പുഞ്ചിരിച്ച് കാറിൽ നിന്ന് ഇറങ്ങി സോണിയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് രൂപയും അതുപോലെ തന്നെ കല്യാണിയും കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കിരണിൻ്റെ വരവും അതുപോലെ തന്നെ ആൽബിയും അച്ചായനൊക്കെ വരാൻ വേണ്ടിയിട്ട് അവർ രജിസ്റ്റർ ഓഫീസിൻ്റെ മുന്നിൽ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് സേന വെറുതെ ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളുടെ കല്യാണം ആർഭാടായിട്ട് നടത്തണമെന്ന് വാശി പിടിച്ചത് ആരാ? മോളും കിരണും കല്യാണിയും കൂടിയിട്ടാ. എന്നിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടും മോൾ ഈ കല്യാണത്തിന് ആർഭാടമൊന്നും വേണ്ടെന്ന് വാശി പിടിച്ചോ? അത് രൂപ അംഗീകരിക്കുകയാണ്. അത് ശരിയാ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം ഒരു പിള്ളേര് കളിയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്ന് തന്നതാ. എന്നാൽ ഇതങ്ങനെയല്ലല്ലോ, രണ്ടാം വിവാഹമാണെങ്കിലും മോളുടെ കഴുത്തിൽ മറ്റൊരാളല്ലേ മിന്നുകെട്ടാൻ പോകുന്നത്. അപ്പോൾ സോണി പറയുന്നുണ്ട്, പാർട്ടികൾ ഇവിടെയും അന്യനാട്ടിലും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ തന്നെ നടന്നു പോയാൽ മതി. ആർഭാടം ഒരുപാടായാൽ അതിന് പിന്നാലെ തന്നെ ആപത്തും ഉണ്ടാവും. അപ്പോഴേക്കും ആൽബിയുടെ കാർ ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആപത്തുണ്ടാവും എന്ന് പറയുന്ന സമയത്ത് തന്നെ ആൽബിയുടെ കാറാണ് കാണിക്കുന്നത്. അതിനുശേഷം സേനം പറയുന്ന വാക്കുകളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിർബന്ധിക്കാതിരുന്നത്. അപ്പോഴേക്കും കല്യാണിയും ചിരിച്ചുകൊണ്ട് പറയും, ഇതിങ്ങനെ പോട്ടെ അച്ഛാ, അല്ലെങ്കിൽ തന്നെ കല്യാണശേഷമുള്ള ജീവിതത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എൻ്റെ ആങ്ങളയുമായിട്ട് എത്ര ഗംഭീരമായ കല്യാണമാണ് നടത്തിയത്, എന്നിട്ട് എന്തായി? അവൻ കാരണം ഒരുപാട് കരഞ്ഞില്ലേ സോണി? അപ്പോൾ സേനം പറയുന്നുണ്ട്, ഇവിടെ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല, എൻ്റെ കിരണിന് പകരം മറ്റൊരു പയ്യൻ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആൽബി. അപ്പോൾ സോണിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട്, അതിനപ്പുറം ഒരു പെൺകുട്ടിക്ക് എന്താ അച്ഛാ വേണ്ടത്? അപ്പോൾ രൂപയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്,
അതുകൊണ്ടാ മോൾ ആഡംബരം ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനും കേട്ടത്. അപ്പോൾ സോണി പറയുന്നുണ്ട്, ആൽബിയേട്ടനും അതേ അഭിപ്രായം തന്നെയാണ്. ഇവിടെ നടക്കുന്ന കഥകളൊക്കെ അറിഞ്ഞിട്ട് അവരും നല്ല പേടിയില്ല. അമ്മയുടെ അച്ഛൻ്റെ ഫംഗ്ഷൻ വന്നപ്പോഴും കൊല്ലാൻ ആളെ വിട്ടല്ലോ എൻ്റെ അങ്കിൾ. അത് കേട്ടപ്പോഴേക്കും രൂപയുടെ സേനൻ്റെ ഒക്കെ മുഖം ടെൻഷനാവുകയും അതുപോലെ തന്നെ വിഷമിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കും കിരൺ വീട്ടിൽ പോയിട്ട് അമ്മയും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. കിരൺ ഡോറ് തുറന്ന് ഒരു ഭാഗത്തു നിന്ന് കല്ലുമോനെയും അതുപോലെ തന്നെ അടുത്ത ഭാഗത്തുനിന്ന് കല്യാണിയുടെ അമ്മയും ജോലിക്കാരിയും മറ്റേ നമ്മുടെ ചാരുമോളെ കൂട്ടിയിട്ട് ജോലിക്കാരിയൊക്കെ ഇറങ്ങുകയാണ്. അങ്ങനെ കുഞ്ഞാണെങ്കിൽ കല്ലുമോനാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയാണ് വരുന്നത്. അപ്പോഴേക്കും വേഗം കല്യാണി വിളിക്കുന്നുണ്ട്. ആഹാ അമ്മയുടെ മോൻ വാ, ചക്കര മോൻ വാ എന്നൊക്കെ പറയുമ്പോഴേക്കും വേഗം കല്യാണിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കുഞ്ഞ്. അങ്ങനെ എല്ലാവരും അടുത്തെത്തിയ സമയത്ത് കിരൺ സോണിയോടായിട്ട് പറയുന്നുണ്ട്, അമ്മ അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ദീപ സങ്കടത്തോടു കൂടി സോണിയോട് പറയാണ്, എൻ്റെ മോൻ നശിപ്പിച്ച ജീവിതമല്ലേ മോൾക്ക് കിട്ടിയത്. അപ്പം സോണിയുടെ കണ്ണ് നിറയാണ്. അപ്പം ദീപ പറയുന്നുണ്ട്, അതുകൊണ്ട് മോൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു മോളെ. എന്നിട്ട് സോണിയുടെ നെറ്റിയിലേക്ക് അവർ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറി തൊട്ട് കൊടുക്കുകയാണ്. ശേഷം കല്യാണിക്കും. അപ്പോഴേക്കും കിരൺ ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ അവർ എത്താറായിട്ടുണ്ടാവില്ലേ? പിന്നെ അവർ പുറപ്പെട്ട് കാണും, കൃത്യം 9:50 ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദീപ കുറച്ച് ടെൻഷനോട് കൂടി പറയുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റപ്പോൾ മോൾ എന്നെ വിളിച്ചായിരുന്നു, എന്തോ നെഞ്ചിടിപ്പുണ്ടെന്ന് പറഞ്ഞു, ഒരു കാരണവും ഇല്ലാതെ. അപ്പോഴേക്കും എല്ലാവരുടെ മുഖവും ആകെ ഡള്ളാവുകയാണ്. അപ്പം രൂപ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ടെൻഷനോട് കൂടി തന്നെ കല്യാണി പറയും, ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ആലോചിച്ച് കിടന്നതുകൊണ്ടായിരിക്കും രാവിലെ എഴുന്നേറ്റപ്പോൾ വല്ലാത്തൊരു ഭയം പോലെ. ഞാൻ അതുകൊണ്ട് അമ്മയോട് പറഞ്ഞ് അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നടത്താൻ. അപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി കിരൺ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല, ആപത്തൊക്കെ ഒഴിഞ്ഞു പോയി കാണും. എല്ലാവരും പുഞ്ചിരിക്കുകയാണ് അത് കേൾക്കുന്ന സമയത്ത്. പക്ഷേ കല്യാണിയുടെ മുഖത്ത് നിന്ന് മാത്രം ആ ഭയം മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന ഒരു കാറ് ബ്ലാസ്റ്റ് ആവുന്നതാണ്. പക്ഷേ ആരതാണെന്നോ എന്ത് സംഭവിച്ചു എന്നോ ഒന്നും അറിയുന്നില്ല. ഒരു കാർ ഒരു റോഡിൽ വെച്ച് ബ്ലാസ്റ്റ് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ദീപ ഹാളിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന രൂപയോടും അതുപോലെ തന്നെ സോണിയോടൊക്കെ പറയാണ്, വിക്രത്തെയും അവൻ്റെ അച്ഛനെയും ഒക്കെ കല്യാണം വിളിക്കണമായിരുന്നു മോളെ. അതുപോലെയല്ലേ ആൽബി മോനോട് പോയി കഥകൾ പറഞ്ഞൊപ്പിച്ചത്. സോണിയും രൂപയും മറുപടി ഒന്നും പറയുന്നില്ലെങ്കിൽ രണ്ടുപേരുടെ മുഖവും വലിഞ്ഞു മുറുകുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണി ദീപയോടായിട്ട് പറയാണ്, അതിനെന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അമ്മേ. അതുകൊണ്ട് ഇന്ന് അവർ ഈ കല്യാണം നടക്കുന്ന വിവരം അറിയാത്തതാ നല്ലത്. അപ്പം രൂപ പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിനെയും മകനെയും ദീപയെ പോലൊരാൾ ഇത്രയേറെ വെറുക്കുന്നുണ്ടെങ്കിൽ അവരത്രയധികം സംസ്കാരശൂന്യരാണെന്ന് വേണം പറയാൻ. എൻ്റെ അഭിപ്രായത്തിൽ ദീപയുടെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ ചില അസുരന്മാർ വന്ന് പെട്ടുപോയി. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവർ പോലും ഇത്രയധികം വേർപിരിഞ്ഞ് കഴിയേണ്ടി വന്നത്. അപ്പം ദേഷ്യത്തോടു കൂടി തന്നെ കല്യാണിയും പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാ, കിരണേട്ടൻ്റെ അങ്കിളിനെയും ആൻറ്റിയെയും സരയുനെയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും ആങ്ങളെയും ഒക്കെ ഒരേ നുഖത്തിൽ കെട്ടിക്കാം. അതുകൊണ്ടിപ്പോൾ എന്തായി അമ്മേ? അവശരായ അമ്മൂമ്മയും അവൻ്റെ അച്ഛനെയും സംരക്ഷിക്കാൻ എൻ്റെ ആങ്ങള എന്ന് പറയുന്നവന് പറ്റുന്നുണ്ടോ? എല്ലാവരുടെ മുഖത്ത് ഒരുപോലെ ദേഷ്യം നിറയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതുപോലെ തന്നെ കിരണേട്ടൻ്റെ അങ്കിളും ആൻറ്റിയും സരയും ഒക്കെ ആഗ്രഹിച്ചതൊക്കെ നേടാൻ കഴിഞ്ഞോ? അപ്പോൾ സോണി വിഷമത്തോടെ പറയുന്നുണ്ട്, അത്യാഗ്രഹം കാണിക്കാതെ ഇവരൊക്കെ എന്നും കൂടെ നിന്നാൽ മതിയായിരുന്നു, എങ്കിൽ എത്ര നല്ല ജീവിതം ഇവർക്കൊക്കെ കിട്ടിയേനെ. അപ്പം രൂപ പറയുന്നുണ്ട്, ഏതായാലും എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് ദീപയോടും കല്യാണിയോടും ഒന്നേ പറയാനുള്ളൂ, ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് 100% നല്ലത്. ഇനി അതിൽ നിന്നും വ്യതിചലിച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യത്തേ ഉള്ളൂ. അപ്പം കല്യാണി കോൺഫിഡൻസോട് കൂടി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ്റെയും ആങ്ങളുടെയൊന്നും കെണിയിൽ പെടില്ല അമ്മേ. അവരോടൊക്കെ ഇടയ്ക്ക് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടില്ലാതായി. പ്രത്യേകിച്ചു ശരണ്യ പറഞ്ഞ ആ കഥകൾ കേട്ടതിന് ശേഷം വിക്രത്തെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ആ ശരണ്യ ഒന്ന് മൂളിയാൽ മതി, ഞാൻ തന്നെ അവനെ ജയിലിൽ കയറ്റും. അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തും ആ ഒരു കാലഘട്ടവും ഇതൊക്കെ ഓർമ്മയിലേക്ക് വരികയാണ്. അതേസമയം പുറത്ത് ഹരിയേട്ടനും കൂടെ ഉണ്ടായിരുന്നു, കിരണും സേനനും കൂടെ ഒപ്പം. അപ്പം ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട്, സമയമായല്ലോ സാറേ, അവരെ കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും വാച്ചിൽ നോക്കിക്കൊണ്ട് സേനനും പറഞ്ഞ പോലെ അവർ വരാനുള്ള സമയമായല്ലോ. അപ്പോൾ കിരൺ സമാധാനിപ്പിക്കുന്നുണ്ട്, ട്രാഫിക്കൊക്കെ കാണും അച്ഛാ, അവർ വരട്ടെ. അപ്പോഴേക്കും പാറുമോൾ പറയുന്നുണ്ട്, ബൈജു ചേട്ടൻ നേരത്തെ വിളിച്ചിരുന്നു, ഇന്നത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ ബൈജു ചേട്ടന് നല്ല വിഷമമുണ്ട്. അപ്പോഴേക്കും ബൈജുവിൻ്റെ അമ്മാവനും പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ മോളെ അവൻ എന്നെ പറഞ്ഞു വിട്ടത്. അപ്പം കിരണും പറയുന്നുണ്ട്, അവനോട് ഞാൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സോണിയും ആൽബിയും കൂടെ അവനെ കാണാൻ പോകുന്നുണ്ട്. ബൈജുവിനെക്കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ ആൽബിയോട് വിക്രമും അവൻ്റെ അച്ഛനും കൂടെ ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൽബിക്ക് ബൈജുവിനെ കാണണമെന്നാണ് പറയുന്നത്.
ഇത്രയും നാൾ സോണിക്കും കുഞ്ഞിനുമൊക്കെ കൂട്ട് അവനായിരുന്നല്ലോ. അതിനൊരു നന്ദി പറയണമെന്നാ ആൽബി പറയുന്നത്. അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് സേനനും പറയുന്നുണ്ട്, ഈ ആൽബിയ ഉണ്ടല്ലോ, വിക്രത്തിനും അവൻ്റെ അച്ഛനും ഒന്നും മനസ്സിലായിട്ടില്ല. കേട്ടോ ഹരി, ഞാനും എൻ്റെ മകനും എങ്ങനെയാണോ അതുതന്നെയാണ് അഗസ്റ്റിനും ആൽബിയും ഒക്കെ. അപ്പോഴേക്കും ഹരിയേട്ടനും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതന്ന് മേഡത്തിൻ്റെയും സാറിൻ്റെയും കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾക്കൊക്കെ മനസ്സിലായതാണല്ലോ. അപ്പോൾ ബൈജുവിൻ്റെ അമ്മാവനും പറയുന്നുണ്ട്, എന്തായാലും സോണി മോൾക്ക് അവൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതം കിട്ടി. അതിന് ബൈജുവിന് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ കിരണും പറയും, അതൊക്കെ സംഗതിയൊക്കെ ശരിയാ, എന്ന് വെച്ച് അവനും അസുഖം മാറി അപകടത്തിൻ്റെ വിഷമങ്ങളൊക്കെ മാറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവനും നല്ലൊരു പെണ്ണിനെ കണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുക, ഞാനും കല്യാണിയും ഒക്കെ. അപ്പോൾ അയാളും പറയുന്നുണ്ട്, അത് വേണം സാറേ, എൻ്റെ ബൈജുവിനും വേണം ഒരു കൂട്ട്. അപ്പോൾ സേനനും ചിരിച്ചുകൊണ്ട് പറയും, ഈ ബൈജു ഉണ്ടല്ലോ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗ, അവനും എനിക്കെൻ്റെ മോനെ പോലെയൊക്കെ തന്നെയാണ്. അതിനുശേഷം വീണ്ടും വാച്ചിലേക്ക് നോക്കുകയാണ്, കാരണം അവർ വരുന്നത് കാണാത്തതിൽ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. രാഹുൽ നല്ല ഹാപ്പി ആയിട്ട് വീട്ടിലിരുന്ന് ആപ്പിൾ ചെത്തി തിന്നതാണ്. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു മെസ്സേജിൻ്റെ ടോൺ വരുന്നത്. ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഗുണ്ടയുടെ ഒരു വോയിസ് നോട്ടായിരുന്നു. അപ്പം രാഹുൽ അതെടുത്ത് പ്ലേ ചെയ്യാണ്. എല്ലാം കഴിഞ്ഞു സാറേ, ആ കാറ് പൂർണ്ണമായും കത്തിത്തീർന്നു. അതിലുണ്ടായിരുന്ന എല്ലാവരും നശിച്ചു, മണവാളനും അവൻ്റെ ഫാമിലി ഉൾപ്പെടെ. അത് കേട്ടപ്പോൾ രാഹുലിന് എന്തെന്നില്ലാത്ത സന്തോഷം വരികയാണ്. പരിസരം പോലും മറന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അയാൾ. ശബ്ദം കൂടിക്കൂടി വരുന്നത് കേൾക്കുന്നതനുസരിച്ച് ഷാരിയും സരയും മനോഹറും കൂടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്, അയാൾ ചിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം 3 പേരും കൂടെ പരസ്പരം കുശുകുശുക്കുകയാണ്. മനോഹർ പറയുന്നുണ്ട്, അതെ, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്നാണ് തോന്നുന്നത്. ആണോ? സരയു ചോദിക്കുന്നുണ്ട്. സംഗതി കുറച്ച് കോംപ്ലിക്കേറ്റഡാ. ആ സമയത്തൊന്നും ഇവരടുത്ത് വന്നതുപോലും അറിയാതെ രാഹുൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് വീണ്ടും. അങ്ങനെ അവസാനം 3 പേരും കൂടി രാഹുലിന് അരികിലേക്ക് പോവാണ്. അവസാനം ഷാരി പേടിച്ചിട്ട് ചോദിക്കും, അതെ, എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നേ? അങ്ങനെ അവരെ 3 പേരെ നോക്കിയിട്ട് രാഹുൽ ചിരി നിർത്തുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സന്തോഷത്തോടെ പറയും, സന്തോഷം വന്നാൽ പിന്നെ ചിരിക്കണ്ടേ? അപ്പോൾ ഷാരി ചോദിക്കൂ, അങ്ങനെ സന്തോഷം ഉണ്ടാവാനുള്ള കാരണം എന്താ? അത് നീയൊന്നും അറിയണ്ട, എൻ്റെ ശത്രുക്കളുടെ പതനം തുടങ്ങിയടി. അപ്പോൾ പെട്ടെന്ന് സരയു ഇടയിൽ കയറിയിട്ട് പറയും, അയ്യോ, മനുവേട്ടനെയാണല്ലോ നോക്കുന്നേ. മനുവിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് സരയു. അതുപോലെ തന്നെ മനോഹറിനെ തന്നെ നോക്കി നിൽക്കുകയാണ് രാഹുൽ. അപ്പം മനോഹറും ഇടയ്ക്കൊന്ന് ശബ്ദം ഇടറിക്കൊണ്ട് സരയുവിൻ്റെ ചെവിയിലായിട്ട് പറയുന്നുണ്ട്, അതെ, ആ ആയുധങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്, കാര്യങ്ങൾ വയലൻസിലേക്കാണ് പോകുന്നത്. അതിനുശേഷം മെല്ലെ പമ്മിപ്പോയിട്ട് രാഹുൽ ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ കത്തി പെട്ടെന്ന് മനോഹർ തട്ടിയെടുക്കുകയാണ്. അപ്പോഴേക്കും ദേഷ്യത്തോടെ രാഹുൽ എഴുന്നേറ്റ് പറയും, ഡാ, നീ വേണേ അതെടുത്ത് മാറ്റിക്കോ, പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ മൂർച്ചയുള്ള കടാര കൊണ്ട് ഞാൻ നിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കും. അപ്പോൾ മനോഹർ ഇങ്ങനെ കുറച്ച് സ്റ്റക്കാകുന്ന സമയത്ത് പേടിയോടുകൂടി സരയും ഷാരിയും പരസ്പരം നോക്കുന്നുണ്ട്. അതിനുശേഷം ഷാരി പറയുന്നുണ്ട്, അതെ, ഇത് അന്യനല്ല, മരുമോനാണ്, നമ്മുടെ മരുമോൻ. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയും, അതൊക്കെ എനിക്ക് അറിയാമടി. അപ്പോൾ സരയു പേടിയോട് പറയും, പക്ഷേ അതൊന്നും അറിയാവുന്നത് പോലെ അല്ലല്ലോ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നേ. അപ്പം മനോഹർ മെല്ലെ സരയുവിൻ്റെ ചെവിയിലായിട്ട് പറയും, ഇപ്പം സംസാരിക്കുന്നത് ഞാൻ അച്ഛനല്ല മോളൂ, അച്ഛൻ്റെ തലക്കകത്ത് കിടക്കുന്ന ഭ്രാന്താ. അത് കേട്ടിട്ട് രാഹുൽ പറയും, പോടാ, ഭ്രാന്ത് നിൻ്റെ അച്ഛനാ. അപ്പോൾ സരയു വേഗം അയ്യോ എന്നൊക്കെ ആക്കുമ്പോഴേക്കും രാഹുൽ ചോദിക്കുന്നുണ്ട്, അമ്മ അച്ഛനെന്ന് പറഞ്ഞ് 2 എണ്ണത്തിനെ കൊണ്ടുവന്നിരുന്നല്ലോ, അവരൊക്കെ ഇപ്പോൾ എവിടെ? അപ്പം മനോഹർ ഇങ്ങനെ പമ്മി കളിക്കുമ്പോഴേക്കും ഷാരി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വീട്ടിലേക്ക് അവരെയൊക്കെ വിളിച്ചു വരുത്തണോ? അപ്പോൾ സരയും ക്ഷമയോടെ പറയുന്നുണ്ട്, അച്ഛാ, സ്നേഹത്തോടെ പറയുക, നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണാം അച്ഛാ. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ അവളോട് പറയും, ഡോക്ടറെ കാണിക്കേണ്ടത് നിൻ്റെ ഭർത്താവിനെയും അമ്മയുമാ. അപ്പോൾ 3 പേരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം മനോഹർ വീണ്ടും ചെറുതായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ മിക്കവാറും മോളൂൻ്റെ അമ്മയുടെ സമനിലയും അച്ഛൻ തെറ്റിക്കുന്ന തോന്നുന്നേ. പെട്ടെന്ന് മനോഹർ രാഹുലിന് മാത്രം മനസ്സിലാവുന്ന കോഡ് ഭാഷയെ പറയാണ്, തായ്ക്ക് അച്ഛന് പ്രശ്നമാണ്. അപ്പോൾ രാഹുൽ ആകെ മൊത്തം ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കണ്ണ് താഴ്ത്തിയിട്ട് മനോഹറിനെ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സരയു ചോദിക്കുന്നുണ്ട്, അതെന്താ മനുവേട്ടൻ പറഞ്ഞത്? അപ്പോൾ പെട്ടെന്ന് മനോഹർ സരയുവിനോട് പറയാണ്, തലയ്ക്ക് പ്രശ്നമാണെന്ന്. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടു കൂടി ഒന്ന് അടങ്ങുകയാണ്. അപ്പോൾ വീണ്ടും മനോഹർ കുത്തുന്നുണ്ട്, അത് തായ് തുടങ്ങുന്നതൊക്കെ അച്ഛന് പ്രശ്നമാണ്. താതൻ, തടാകം, താര എല്ലാം അച്ഛന് പ്രശ്നമാണ്. അപ്പോഴേക്കും ഷാരിയും കയറുന്നുണ്ട്, താര, അത് ശരിയാ, താര എന്ന് പറയുന്ന അവൾ വന്നതിന് ശേഷമാണ് ഇങ്ങേർക്ക് ഈ മാറ്റമൊക്കെ ഉണ്ടായത്. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവളെ കണ്ടതിന് ശേഷം എനിക്ക് എന്ത് മാറ്റാടി? അവളും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അവളുമായിട്ട് ബന്ധം ആ ചന്ദ്രസേനന് മാത്രാ. അപ്പോഴേക്കും മനോഹർ പറയും, അത് അച്ഛൻ പറഞ്ഞത് ശരിയാ, അവർ തമ്മിലായിരുന്നു അടുപ്പം. മനോഹർ ഇങ്ങനെ അച്ഛനെ ഇടങ്ങണിട്ട് നോക്കുകയാണ്. അതിൻ്റെ പേരിൽ എന്തിനാ അച്ഛനെ പഴിക്കുന്നത്? പക്ഷെ ഷാരി വീണ്ടും പറയും, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് മോളെ, അതെ, ഒരു നല്ല ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ട സമയമാണ്, അതൊക്കെ വെറുതെ തല്ലിക്കെടുത്താതെ നീയൊക്കെ നിൻ്റെ പാട് നോക്കി പോവാൻ നോക്ക്, പോ.
അപ്പോഴേക്ക് മനോഹർ, വാ മോളൂ, നമുക്കിവിടെ നിൽക്കണ്ട, വാ പോവാം. സരയുവിനെയും കൂട്ടിയിട്ട് മനോഹർ പോവാണ്. അപ്പം ഷാരി പറയുന്നുണ്ട്, ഇത് എന്തൊരു നാണക്കേടാ, ആ പയ്യനായതുകൊണ്ടല്ലേ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പം രാഹുലും ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നിട്ട് ഷാരിനോട് പറയും, അതെ, അവനായതുകൊണ്ട് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. ഷാരി ഇങ്ങനെ അയാളെ തന്നെ നോക്കുമ്പോൾ രാഹുൽ പറയും, എടി, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പം മുങ്ങിത്താഴുന്ന ഒരു കപ്പലാ. അതിനിടയ്ക്ക് ഞാൻ ഇത്തിരിയെങ്കിലും സന്തോഷിച്ചത് ഇന്നാടി. അപ്പം ഷാരി ഇങ്ങനെ അന്തം വിട്ട് കേട്ട് നിൽക്കുകയാണ് അയാൾ പറയുന്നത്. ശേഷം ചോദിക്കുകയാണ്, അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നീ കുറച്ച് കഴിയുമ്പോൾ അറിയും. കത്തിക്കഴിഞ്ഞു, കത്തി തീർന്നു കഴിഞ്ഞു. അപ്പം ഷാരി അന്താളിപ്പോടെ ചോദിക്കൂ, ആര്? പക്ഷെ ആരാന്ന് പറയാതെ ഷാരിയെ തിരിഞ്ഞു നോക്കുകയാണ് രാഹുൽ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ആരായിരിക്കും കത്തിയിരിക്കുക എന്നൊക്കെ നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.